ബജറ്റ് പ്രഖ്യാപനത്തിലെ വിലങ്ങാട് പാക്കേജിൽ അസംതൃപ്തരായി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരും നാട്ടുകാരും. കൃഷിനാശം, വ്യാപാര സ്ഥാപനങ്ങളുടെ നാശനഷ്ടം, വീടുകൾക്കുള്ള സഹായം എന്നിങ്ങനെ 100 കോടി രൂപയുടെ ആശ്വാസ പദ്ധതികളാണ് നാട്ടുകാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 5 കോടി രൂപ മാത്രമാണ് പാക്കേജിനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിലങ്ങാട് പുനരധിവാസത്തിന് ഈ തുക പര്യാപ്തമല്ലെന്നാണ് ദുരിതബാധിതരുടെ പ്രതികരണം. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് സ്ഥലം സന്ദർശിച്ച വിവിധ ഏജൻസികൾ കണ്ടെത്തിയത്. പ്രദേശത്തെ അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വയനാടിന് തുല്യമായ സമഗ്ര പാക്കേജ് വിലങ്ങാടിനും അനുവദിക്കണമെന്ന ആവശ്യമുയർന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വിലങ്ങാട് പാക്കേജ് പ്രധാന ചർച്ചയായും ഉയർന്നു വന്നു. തെരഞ്ഞെടുപ്പ് വേളയിലെ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോക്കം പോയ UDFും സ്ഥലം MLAയും നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചെന്നാണ് LDF ആരോപണം. വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF ഗവൺമെൻറ് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പര്യാപ്തമാണ്, അത് പോരായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചരണം നടത്തിയിട്ടുള്ളത്. കൂടാതെ ഇപ്പം അവരുടെ ബഡ്ജറ്റ് വിലങ്ങാടിനെ പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. കേവലം 5 കോടി വെച്ചു പ്രഖ്യാപിച്ചു എന്നും പറഞ്ഞ് വിലങ്ങാട് ജനതയെ പറ്റിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. BJP പ്രാദേശിക നേതൃത്വവും ബജറ്റ് പ്രഖ്യാപനത്തെ പൂർണ്ണമായും തള്ളുകയാണ്. കടുത്ത പ്രതിസന്ധിയിലിരിക്കുന്ന കർഷകര്, ഇവിടെയുള്ള മലയോര മേഖലത്തിലുള്ള 100-100ഓളം കുടുംബങ്ങൾ, ഇവരെയൊക്കെ ഈ ഉരുൾപൊട്ടുന്ന സമയങ്ങളിൽ മാറി താമസിക്കേണ്ട അടിയന്തരമാണ്. പക്ഷേ ഇതിനൊന്നും സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല. അതുമല്ല, ഉരുൾപൊട്ടിയിട്ട് ഇത്ര താമസിച്ചിട്ടും ഇവിടെ ഒന്നും പണികളൊന്നും പൂർത്തിയായിട്ടില്ല. വായാട് പാലം, വാളൂക്ക് പാലം, മുച്ചങ്കയം പാലം, ഉരുട്ടിപ്പാലം, ഈ പാലങ്ങളുടെയൊന്നും പണി പൂർത്തിയായിട്ടില്ല. ഇവിടെ 5 കോടി രൂപ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. കാരണം ഒരു 100 കോടി രൂപയെങ്കിലും അനുവദിച്ചാൽ മാത്രമേ ഇവിടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ബജറ്റ് പാക്കേജിനായി തുക ഉൾക്കൊള്ളിച്ചതിനെ UDF പ്രവർത്തകർ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണ സംതൃപ്തരല്ല. കഴിഞ്ഞ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും സമാഹരിച്ച് നൽകിയ തുക ഉപയോഗിച്ച് 49 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. 15 ലക്ഷം രൂപ വീതമാണ് വീട് നിർമ്മാണത്തിനായി ഓരോ കുടുംബങ്ങൾക്കും ലഭിച്ചത്. അർഹരായ 30-ലധികം കുടുംബങ്ങൾ വീടിനായി ഇന്നും കാത്തിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് വ്യാപാരികളുടെയും കൃഷിനാശം നേരിട്ടവരുടെയും ബാങ്ക് വായ്പ എടുത്തവരുടെയും കണക്കുകൾ നീളുന്നത്. പാലം, റോഡ് നിർമ്മാണം തുടങ്ങിയവയും പൂർത്തിയാകാനുണ്ട്. ഉരുൾപൊട്ടലിൽ മുച്ചങ്കയം, മഞ്ഞച്ചീടിൽ, വായാട്, മലയങ്ങാട് ഭാഗങ്ങളിൽ തകർന്ന പാലങ്ങൾക്കും റോഡിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.